എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. കൂടുതൽ പെൺപണം കൊടുത്ത് കോരൻ ചിരുതയെ വിവാഹം കഴിക്കുന്നു. വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം കോരന് സ്വന്തം നാടും അച്ഛനെയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ മറ്റൊരു നാട്ടിൽ തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ വീടിനോട് ചേർന്ന് മറച്ചു കെട്ടി കോരനും ചിരുതയും ജീവിക്കുന്നു. പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ അടിയാനായാണ് കോരൻ ജോലി ചെയ്യുന്നത്. പകലന്തിയോളം ജോലി ചെയ്തിട്ടും ആഹാരത്തിനുള്ള നെല്ലോ കൂലിയോ ഒന്നും കിട്ടാത്ത കർഷകരുടെ ദയനീയമായ അവസ്ഥ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്ന കോരനെയും ചിരുതയെയും നമുക്ക് ഈ പാഠഭാഗത്തുടനീളം ദർശിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അന്നത്തെ കാലഘട്ടത്തിൽ കർഷകരനുഭവിച്ചിരുന്ന വേദനയുടെയും യാതനയുടെയും ഒക്കെ നേർചിത്രമാണ് രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ കർഷകരുടെ ജീവിത അവസ്ഥയുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു പാഠഭാഗത്തെ സമീപിക്കേണ്ടത്. പുഷ്പവേലിൽ ഔസേപ്പിന് ഒരേക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊല്ലത്തൊരു പ്രധാന ജോലിയാണത്. അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു. ആദ്യത്തെ ദിവസം കട്ടകുത്തു കഴിഞ്ഞു. കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിൽ ചെന്നു. ആളൊന്നുക്ക് 3/4 രൂപ വീതം കൂലി കൊടുത്തു. അപ്പോൾ പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ അടിയാനായി എല്ലാവരും ജോലി ചെയ്യുന്നു. ഒരേക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. അതാണ് ഈ ഒരു കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി. അപ്പോൾ അത് എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ എല്ലാവരും ചെയ്യുന്നു. പിന്നീട് കൂലിക്കായി പുഷ്പവേലിൽ ചെല്ലുന്നു. എല്ലാവർക്കും 3/4 രൂപയാണ് കൂലി കൊടുക്കുന്നത്. അപ്പോൾ 3/4 രൂപ കൂലി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ കോരന് അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവൻ്റെ വീട്ടിൽ ഒരു തരി നെല്ല് പോലും ഇല്ല. പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോരൻ പറയുന്നു, തമ്പ്ര, എനിക്ക് നെല്ല് കൂലി മതി, ചക്രം വേണ്ട എന്ന് പറയുന്നു. കാരണം ഈ ചക്രം കൊണ്ട് നെല്ല് കിട്ടാനുള്ളൊരു സാഹചര്യം ഇല്ല. നെല്ല് വേണമെങ്കിൽ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും. കൂടുതൽ തുക ഉണ്ടെങ്കിൽ മാത്രമേ നെല്ല് കിട്ടുന്ന ഒരു സാഹചര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചക്രം വേണ്ട, നെല്ല് കൂലി മതി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കോരൻ ജന്മിയോട് പറയുന്നു. പക്ഷേ ആ ഒരു അപേക്ഷയെ വളരെ ശക്തമായ രീതിയിൽ എതിർക്കുകയാണ് പുഷ്പവേലിൽ ഔസേപ്പ് ചെയ്യുന്നത്. നെല്ലില്ല, പിശാചുക്കൾ നെല്ല് കൊണ്ടു ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു നെല്ലില്ല, പിശാചുക്കൾ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിലൂടെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ജന്മിമാർ ഏതെല്ലാം വിധത്തിൽ എങ്ങനെയൊക്കെയാണ് കർഷകരെ ചൂഷണം ചെയ്യുന്നത് എന്നും എങ്ങനെയൊക്കെയാണ് കർഷകരെ നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളതും അല്ലേ, അവഹേളനത്തിൻ്റെ, വെറുപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വാക്കാണ് പിശാജ് എന്ന് പറയുന്നത് അല്ലേ. ആ പിശാജ് എന്നുള്ള രീതിയിലാണ് കർഷകരെ സംബോധന ചെയ്യുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികളെ സംബോധന ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ ജന്മിമാരുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സമ്പത്തിനൊക്കെ കാരണം ഈ രാപ്പകലില്ലാതെ കർഷകർ, തൊഴിലാളികൾ പാടത്ത് ജോലി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ശരിക്കും ജന്മിമാരുടെ ദൈവമാണ് ഈ കർഷകരെന്ന് പറയുന്നത്. പക്ഷേ കർഷകരെ പിശാചുക്കൾ എന്നാണ് സംബോധന ചെയ്തിട്ടുള്ളത്. അത്തരം ഒരു സംബോധനയിലൂടെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ കർഷകരെ ജന്മിമാർ ഏത് രീതിയിലാണ് നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി കോരൻ കൊടുക്കുന്നുണ്ട്. നെല്ലില്ല, പിശാചുക്കൾ നെല്ല് കൊണ്ടു ചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് എന്നാണ് ജന്മി പറയുന്നത്. അപ്പോൾ അതിന് മറുപടി കൊടുക്കുക, അല്ല തമ്പ്ര,
കോരൻ പറയാം, അല്ല തമ്പ്ര, അത്താഴ കരിക്കടിക്ക താഴത്തിനാണ് എന്ന് വളരെയധികം താഴ്മയോട് കൂടിയിട്ട് പറയണം. അപ്പോൾ പോ എന്ന് ജന്മി പറയുന്നു. ആ പറയുന്നത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. കോരൻ പ്രതിഷേധിച്ചതുപോലെ അല്ലെങ്കിൽ കോരൻ പറഞ്ഞതുപോലെ പറയാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. കോരൻ മാത്രം അവിടെ നിന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കോരനും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അന്നത്തെ കാലഘട്ടത്തിലെ കർഷകരുടെ ഒരു സംഘബോധമില്ലായ്മ അല്ലെങ്കിൽ ഐക്യമില്ലായ്മയൊക്കെ നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ നെല്ല് കൂലി മതി എന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം അവിടെ കോരനുണ്ട്. പക്ഷേ കോരൻ്റെ ഒപ്പമുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ജന്മിയോട് ചോദിക്കാൻ അവർ അശക്തരായിരുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് അവർ വളർന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. കോരൻ അങ്ങനെയെങ്കിലും ചോദിക്കുന്നു, പക്ഷേ മറ്റുള്ളവരൊന്നും ചോദിക്കുന്നില്ല. മറ്റുള്ളവർ പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ഐക്യത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ അറിയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ജന്മിയുടെ മനസ്സ് മാറുമായിരുന്നു. കാരണം ഇവരാരും പാടത്ത് പണിയെടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജന്മിമാർക്ക് നിലനിൽപ്പില്ല. പക്ഷെ അങ്ങനെ പറയുന്നൊരു സാഹചര്യം അവിടെ ഇല്ല. അവിടെ ആ ഒരു ഐക്യമില്ല, അവിടെ ആ ഒരു സംഘബോധമില്ല എന്നുള്ള കാര്യമൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു 3/4 രൂപ കൊണ്ട് അരി അന്വേഷിച്ച് കോരൻ കൈനകരി മുഴുവൻ ഊന്നി നടക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വീടുകളിലും കടകളിലൊക്കെ ചെന്ന് അരി അന്വേഷിച്ചു. അവിടെയൊക്കെ അരിയുണ്ട്, പക്ഷേ ഇടങ്ങഴി അരിക്ക് 1.5 രൂപ അല്ലേ? ഇടങ്ങഴി അരിക്ക് 1.5 രൂപ കൊടുക്കണം. അപ്പോൾ അത്രയും രൂപ കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ അരി കിട്ടാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ളത്. പിന്നെയും അരി അന്വേഷിച്ച് ഇങ്ങനെ ഊന്നി നടന്ന സമയത്താണ് രാത്രിയുടെ മറവിൽ നടക്കുന്ന വൻ വ്യാപാരങ്ങൾ കോരൻ കാണുന്നത്. ഒരു കർഷകൻ്റെ വീടിൻ്റെ മുമ്പിൽ കപ്പൽ പോലുള്ള ഒരു വള്ളങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. അതിലേക്ക് വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് നെല്ല് ആ കപ്പലിലേക്ക് പോകുന്നു. അപ്പോൾ ശരിക്ക് നെല്ല് നല്ലതുപോലെ ഉണ്ട്, പക്ഷെ അത് കർഷകർക്ക് ലഭിക്കുന്നില്ല. നെല്ലിന് നല്ല വിലയുണ്ട്. അതുകൊണ്ട് തന്നെ കരിഞ്ചന്തയിലും പൂഴ്ത്തിവെപ്പൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ജന്മിമാർ കൂടുതൽ സമ്പാദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ചാക്ക് കണക്കിന് നെല്ല് കപ്പൽ പോലെയുള്ള വള്ളങ്ങളിലേക്ക് പോകുകയാണ്. അപ്പോൾ ഈ ഒരു ചാക്ക് കണക്കിന് നെല്ലൊക്കെ ഉണ്ടാക്കുന്നത് കർഷകരാണ്. ആ കർഷകർക്ക് അതിൽ നിന്ന് വളരെ കുറച്ച് മതി, ഇടങ്ങഴി നെല്ല് മതി അവൻ്റെ കുടുംബത്തിന് നല്ലതുപോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ അതുപോലും കിട്ടാത്തൊരു ജീവിത സാഹചര്യത്തെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഉള്ളവൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്, ഇല്ലാത്തവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യം അവിടെ നല്ലതുപോലെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് നെല്ല് ചാക്ക് കണക്കിന് ആ ഒരു കപ്പൽ പോലെയുള്ള വള്ളങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നെല്ല് അവിടെ നല്ലതുപോലെ ലഭ്യതയുണ്ട് നെല്ലിൻ്റെ. പക്ഷേ ആ നെല്ല് ജന്മിമാർ കർഷകർക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെ രാത്രിയുടെ മറവിൽ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജന്മിമാർക്ക് നല്ല ലാഭം ലഭിക്കുന്നു, നെല്ലിന് നല്ല വിലയും ഉണ്ട്. അപ്പോൾ ഈ രീതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ നീണ്ട പട്ടിണിക്കാലമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയൊക്കെ കോരൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ കോരൻ ചിന്തിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള രാത്രിയിലെ വൻ വ്യാപാരങ്ങൾ പരസ്യപ്പെടുത്തിയാൽ എന്ത്? നെല്ല് കൂലിയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ജോലി ചെയ്യാതിരുന്നാൽ എന്ത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ചിന്തയൊക്കെ കോരൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കോരൻ അപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്തിരിയുന്നുമുണ്ട്. കാരണം ഞാൻ മാത്രം ഇങ്ങനെ പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യം, മറ്റുള്ളവരൊന്നും തൻ്റെ കൂടെ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യം അവിടെ അവതരിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രതിഷേധിക്കണമെന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് പിന്നീട് ആ ഒരു എന്താ പറയുക 3/4 രൂപ കൊണ്ട് വാങ്ങാൻ സാധിക്കുന്ന നെല്ലും കപ്പയും ഒക്കെ വാങ്ങിക്കൊണ്ട് കോരൻ തൻ്റെ വീട്ടിലേക്ക് ഒരുപാട് പാതിര വരെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നതിന് ശേഷമാണ് തനിക്ക് ലഭിച്ച ഒരു 3/4 രൂപ കൊണ്ട് കിട്ടുന്ന അരിയും കപ്പയും വാങ്ങി കോരൻ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ കോരനെ കാത്ത് ചിരുത ഉണ്ട്.
കാരണം കോരൻ അന്ന് ആ ഒരു ജോലി സ്ഥലത്ത് നിന്ന് കഞ്ഞിവെള്ളം കുടിച്ചു, പക്ഷെ ചിരുത ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചിരുതയെക്കുറിച്ചുള്ള ആ ഒരു എന്താ പറയുക, അവൾക്ക് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ സ്വരമൊക്കെ കോരൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നെല്ലും കപ്പയുമായി കോരൻ ചിരുതയുടെ അടുത്തേക്ക് പോകുന്നു. ചിരുത ഉറങ്ങിയിരുന്നില്ല. കതക് ഭദ്രമായി അടച്ചുകെട്ടി അവൾ അകത്തിരിക്കുകയാണ്. വള്ളം അടുത്ത ശബ്ദം കേട്ട് അവൾ പേടിച്ച് ചോദിച്ചു, ആരാ അത്? ഏനാടി. അവൾക്ക് ആൾ മനസ്സിലായി. അവൾ ചെറ്റ തുറന്നു. അവൾ പുറത്തിറങ്ങി. അപ്പോൾ കോരൻ നെല്ലും കപ്പയുമായി വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ, നെല്ലും കപ്പയും ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ, അതുമായിട്ട് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ പാതിരായ്ക്ക് ശേഷം അടുപ്പിൽ തീയെരിഞ്ഞു. കോരൻ സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അവിടെ ആ ഒരു പ്രയോഗം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പാതിരായ്ക്ക് ശേഷമാണ് അടുപ്പിൽ തീ എരിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കോരൻ്റെയും ചിരുതയുടെയും ജീവിതത്തിലുള്ള ആ ഒരു ദാരിദ്ര്യപൂർണമായ ജീവിത സാഹചര്യം നല്ലതുപോലെ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൂടുതൽ സഹായകമാണ് എന്നുള്ളൊരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോരൻ വയറ്റിന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. കഞ്ഞിയും കപ്പയും കാലമായപ്പോൾ ചിരുത വിളിക്കുന്നു. അപ്പോൾ ഏന് വേണ്ട എന്ന് പറയുന്നു കോരൻ. അപ്പോൾ ചിരുത അതിന് മറുപടി കൊടുക്കുന്നു, എന്നാൽ എനിക്കും വേണ്ട എന്ന് പറയുന്നു. ഏന് വയറ്റിലൊരു കമ്പിതമിടി എന്ന് കോരൻ ചിരുതയോട് പറയുന്നു. വയറ്റിലൊരു അസ്വസ്ഥത എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ചിരുത വളരെയധികം വാശി പിടിക്കുന്നു. അങ്ങനെ കോരൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. യഥാർത്ഥത്തിൽ കോരൻ ഭക്ഷണം കഴിക്കാൻ വരാത്തതിൻ്റെ കാരണം ആകെ കുറച്ചേ ഉള്ളൂ. തൻ്റെ ഭാര്യ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും അവൾ കഴിച്ചോട്ടെ, ഉള്ളത് അവൾ കഴിച്ചോട്ടെ എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് വയറ്റിലൊരു അസ്വസ്ഥതയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ നല്ലതുപോലെ എല്ലാ തരത്തിലുള്ള ഇല്ലായ്മകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു സ്നേഹം നല്ലതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭർത്താവ് വിചാരിക്കുന്നു ഭാര്യ മുഴുവൻ കഴിച്ചോട്ടെ എന്ന്. ഭാര്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഭാര്യ എന്നാൽ എനിക്കും വേണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാര്യയുടെ ചിരുതയുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം കോരനും വരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇരുന്ന് എന്താ പറയുക, ആ തീയുടെ വെളിച്ചത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ചില സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. ആ സംഭാഷണങ്ങൾ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ കൂടുതലായിട്ട് സഹായിക്കുന്നു. അത്തരത്തിലുള്ള സംഭാഷണങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ആ ഒരു എന്താ പറയുക, അവരുടെ ജീവിതം എന്താണെന്നും അവർ ദാരിദ്ര്യത്തെ സ്നേഹം കൊണ്ട് എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ആ സംഭാഷണങ്ങൾ? ഇത് കഞ്ഞി കുടിക്കുന്ന ഭാവമേ ഉള്ളൂ എന്ന് പറയുന്നു ചിരുത പറയുന്നു. അപ്പോൾ അല്ലടി ഞാൻ കുടിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സ്നേഹമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നീട് ചിരുത ആകെ കുറച്ച് കഞ്ഞിയേ ഉള്ളൂ, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുന്നു. അത് കോരൻ കണ്ടുപിടിക്കുന്നു. എടി കള്ളി, നീ ഇത് ഒളിച്ചു വെച്ചിരുന്നോ എന്ന് പറയുന്നു. ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നോ എന്ന് പറയുന്നു. എന്നിട്ട് അവളുടെ കവിളത്തൊന്ന് തൊടുന്നു അല്ലേ. അപ്പോൾ അവിടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം നല്ലതുപോലെ അവതരിപ്പിക്കാൻ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് നല്ലതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒളിപ്പിച്ച് വെക്കുന്നത് എന്തിനാണ്? അതായത് നാളെ ജോലിക്ക് പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് വെറും വയറ്റോട് കൂടിയിട്ട് ജോലിക്ക് പോകണ്ട, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് അന്ന് ഉണ്ടാക്കിയതിൽ കുറച്ച് ഭാഗം മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ കോരൻ അത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല. കോരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെ കുറച്ചല്ലേ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ, അതിൽ നിന്നിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കഴിക്കാനുണ്ടാവുക, നല്ലതുപോലെ ചിരുത കഴിക്കണം എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് കോരൻ അങ്ങനെ പറയുന്നതൊക്കെ. പക്ഷേ അതൊന്നും ചിരുത ശ്രദ്ധിക്കുന്നില്ല. ചിരുത നല്ലതുപോലെ തൻ്റെ ഭർത്താവ് ഭക്ഷണം കഴിക്കട്ടെ, നല്ലതുപോലെ തൻ്റെ ഭർത്താവ് ഭക്ഷണം കഴിച്ച് നാളെ ജോലിക്ക് പോകട്ടെ എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ആകെ കുറച്ച് കഞ്ഞിയും കപ്പയും ഉള്ളൂ, അതിൽ നിന്ന് കുറച്ച്
മാറ്റിവെക്കുന്നത്. അത് കോരൻ കണ്ടെത്തുന്നതും അവരുടെ ആ ഒരു രസകരമായ സംഭാഷണവും സ്നേഹപൂർവ്വമുള്ള ആ ഒരു ഇടപെടലൊക്കെ നല്ല രീതിയിൽ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹത്തിലൂടെ ഇത്തരത്തിലുള്ള ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു സാഹചര്യം നല്ലതുപോലെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് പറയുന്നുണ്ട് കൃത്യമായ രീതിയിൽ, അത് വേണ്ട, നീ ഇന്ന് വെള്ളം കുടിച്ചതല്ലല്ലോ, എനിക്ക് വയറ് നിറഞ്ഞു, നാളെ കാലത്ത് എടുത്ത് മോന്തുമ്പോൾ ചട്ടിയിൽ ഒരിറ്റ് വെള്ളം വെച്ചേച്ചാൽ മതി എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല. തൻ്റെ ഭർത്താവ് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച്, നല്ലതുപോലെയല്ല ഉള്ളത് കഴിച്ച് നാളെ ജോലിക്ക് പോട്ടെ. കാരണം വളരെ പ്രയാസപ്പെട്ട, എന്താണ് ഇതിൽ പറയുന്നുണ്ടല്ലോ, പാരയിടിക്കാനും മുങ്ങിക്കുത്താനും ഒക്കെ ഉള്ളതാണ്, അത്തരത്തിലുള്ള പ്രയാസകരമായ ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാതെ പോയാൽ നല്ലതുപോലെ ജോലി ചെയ്യാൻ പറ്റില്ല, അവശതയുണ്ടാകും എന്നുള്ളതിൻ്റെയൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഭക്ഷണം മാറ്റി വെക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ 7:30 കോഴി കൂവി, വയറ് നിറഞ്ഞില്ലെങ്കിലും ബലിഷ്ഠമായ കോരൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്നപ്പോൾ സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. കാരണം ആ ഒരു സുരക്ഷിതത്വ ബോധം കോരൻ ഒപ്പമുള്ളപ്പോൾ താൻ നല്ല സുരക്ഷിതമാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പിറ്റേന്ന് കാലത്ത് നാഴി കഞ്ഞിവെള്ളവും 4 കപ്പയും ഒരു വഴക്കിന് കാരണമാകുന്നുണ്ട് അല്ലേ? ആ വഴക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു. ചിരുത താൻ കഴിക്കാതെ ഭക്ഷണമൊക്കെ കോരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. കോരൻ വയറ്റിൽ സുഖമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ചിരുത, ആകെ കുറച്ചേ ഉള്ളൂ, അത് ചിരുത കഴിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്നു. പിറ്റേന്ന് രാവിലത്തെ ആ ഒരു വഴക്ക് എന്ന് പറയുന്നത് ഈ കപ്പയും കഞ്ഞിയും അപ്പടി ചിരുത കഴിച്ചു എന്നതിൻ്റെ ഭാഗമായിട്ടല്ല, ചിരുത ഒന്നും കഴിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരു വഴക്ക് കോരൻ ഉണ്ടാക്കുന്നത്. അവിടെയൊക്കെ പരസ്പരമുള്ള ആ ഒരു സ്നേഹം വളരെ ഹൃദയസ്പൃക്കായ രീതിയിൽ തകഴി ശിവശങ്കരപിള്ള അവതരിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അന്നും നെല്ലിനു വേണ്ടി കോരൻ വാദിച്ചു. കോരന് 1 രൂപ കൂലി കിട്ടി. എവിടെയൊക്കെയോ അലഞ്ഞു നടന്ന് നാഴി അരിയും കപ്പയുമായി കോരൻ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. പിണങ്ങി പോയിരുന്ന തൻ്റെ പിതാവ് തിരിച്ചു വന്നിരിക്കുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ചിരിതയുമായി സംസാരിക്കുകയാണ്. ചിരിതയെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് കാണുന്ന സമയത്ത് അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ചയായി കോരന് അനുഭവപ്പെടുന്നു. കാരണം വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്വന്തം നാടും അച്ഛനെയൊക്കെ ഉപേക്ഷിച്ച് വേറൊരു നാട്ടിലേക്ക് കോരന് വരേണ്ടി വരുന്നത്. തൻ്റെ ഭാര്യയോട് യാതൊരു തരത്തിലുള്ള ദേഷ്യമില്ല എന്നുള്ളതൊക്കെ ആ മോളെ എന്ന സംബോധനയിലൂടെ, ആ വിളിയിലൂടെ കോരന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഒരു അച്ഛൻ്റെ സ്നേഹമൊക്കെ അവിടെ കോരന് നല്ലതുപോലെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ണു തണുപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അയ്യോ അപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി കോരൻ പിതാവിനെ കെട്ടിപ്പിടിക്കുന്നു. മകനെ കണ്ട തിടുക്കത്തിൽ എഴുന്നേറ്റതാണ്. ശരീരമൊക്കെ വളരെയധികം അവശതയാണ്. ഇതൊക്കെ കണ്ട കോരൻ, എന്നാ അപ്പ ഇത് മേലൊക്കെ നീര് കെട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അപ്പം അതിന് കോരൻ്റെ പിതാവ് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. എന്താണത്? അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം 10ആയി, കപ്പ തന്നെ കപ്പ, അതാ ഈ വളർച്ച. അവിടെ എങ്ങും നെല്ല് കണി കാണാനില്ല, ഉള്ളോൻ വെളി കാണിക്കത്തില്ല. രാത്രിയിൽ 7 രൂപയ വില. ദാരിദ്ര്യം അച്ഛനെ വിഴുങ്ങിയിരിക്കുന്നു. ദാരിദ്ര്യം മൂലമാണ് ഈ ഒരു അവശത അച്ഛൻ അനുഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അഴിഞ്ഞുപോയ തോർത്ത് അച്ഛൻ ഉടുക്കുന്ന ആ ഒരു കാഴ്ച കോരൻ കാണുമ്പോൾ കോരൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. നിറഞ്ഞ ആരോഗ്യവും ആനയുടെ കരുത്തുമുണ്ടായിരുന്ന അച്ഛൻ ഇപ്പോൾ എല്ലാം
വളരെയധികം നീരൊക്കെ കെട്ടി അവശനായിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അച്ഛൻ്റെ അവശതയ്ക്ക് കാരണം ഞാനാണ്. അപരാധബോധം കോരൻ്റെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചു. ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കാരണം തൻ്റെ കൂടെയായിരുന്നു അച്ഛൻ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അവശതയും അച്ഛനുണ്ടാകുമായിരുന്നില്ല. ഇത്ര കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അണുവിട പിന്മാറുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നില്ല. ഇപ്പോൾ പിണങ്ങിയിരുന്നിട്ടും തന്നെ കാണാനായി അച്ഛൻ വന്നിരിക്കുന്നു. അത്രയധികം സ്നേഹമുള്ള ഈ അച്ഛനെ തൻ്റെ സുഖം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പെണ്ണുമായി മറുനാട്ടിൽ വന്നത് അക്ഷന്തവ്യമായ അപരാധമാണ് എന്നുള്ളൊരു ചിന്ത കോരൻ്റെ മനസ്സിലുണ്ടാകുന്നു. അപ്പോൾ അവിടെ അക്ഷന്തവ്യമായ ഒരു അപരാധം തന്നെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു ബോധം കോരൻ്റെ മനസ്സിലുണ്ടാകുന്നത് കോരൻ്റെ മനസ്സിലെ നന്മയുടെ ഭാഗമായിട്ടാണ്. പലപ്പോഴും അത്തരത്തിലുള്ള ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ മനസ്സിൽ രൂപപ്പെടുന്നില്ല. വൃദ്ധരായ ആളുകളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാൻ കാരണമാണ് അച്ഛൻ ഇത്തരത്തിലുള്ള അവശതയൊക്കെ ഉണ്ടായത് എന്നുള്ളത് കോരൻ തിരിച്ചറിയുന്നു. അക്ഷന്തവ്യമായ അപരാധമാണ് താൻ ചെയ്തത് എന്നുള്ളൊരു ബോധവും ബോധ്യവും കോരൻ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കോരൻ്റെ പിതാവ് കോരൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അവശതകൾക്ക് ഏറെക്കുറെ പരിഹാരം കാണാൻ സാധിക്കുമായിരുന്നു. ദാരിദ്ര്യമുണ്ടെങ്കിലും ആ ദാരിദ്ര്യത്തിൻ്റെ തോത് ഏറെക്കുറെ കുറയ്ക്കാൻ കോരന് സാധിക്കുമായിരുന്നു. ഇനി ഒരിക്കലും കോരൻ്റെ പിതാവിന് കുഞ്ചപ്പാടത്തിൻ്റെ വരമ്പിൽ കൂടി നടക്കാൻ സാധിക്കുകയില്ല. ഒരു പുറവേലിയിൽ നിന്നുകൊണ്ട് അങ്ങേ പുറവേലിയിലെ പറയനെ കൂകി വിളിക്കാൻ സാധിക്കുകയില്ല. ആ ശ്വാസകോശത്തിന് അതിനുള്ള ശക്തിയില്ല. അവസാനത്തെ നാളുകൾ പോക്കുവാൻ എത്തിയിരിക്കുകയാണ്. അവസാനത്തെ ആഗ്രഹം അരിയിട്ട് തിളപ്പിച്ച ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ അരിയിട്ട് തിളപ്പിച്ച ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അവിടെ നമ്മൾ നല്ലതുപോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കർഷകൻ്റെ ദയനീയമായ ജീവിതാവസ്ഥയാണ്. എത്രയോ കാലം കൃഷി ചെയ്ത് ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാനോ നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു ജീവിതാവസ്ഥയിൽ കർഷകൻ്റെ ജീവിതം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കോരൻ്റെ പിതാവെന്ന കർഷകൻ്റെ ജീവിതാവസ്ഥ അവതരിപ്പിക്കുന്നുണ്ട്. ആണ്ടോടാണ്ടു 10,000 പറ നിലമുള്ള ഒരു കർഷകൻ്റെ വേലക്കാരനായിട്ട് 8ാമത്തെ വയസ്സിൽ കൂടിയതാണ് അയാൾ. എത്രയോ കോടി പറ നെല്ല് ഉണ്ടാക്കി, ഒരുപാട് ഉദരങ്ങൾ ഊട്ടി, ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സംഭാവനകൾ ചെയ്ത ഒരു കർഷകൻ്റെ ജീവിതമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒന്നും ആവാതെ 8ാമത്തെ വയസ്സിൽ കൃഷിക്കാരൻ്റെ സഹായിയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയ കോരൻ്റെ പിതാവെന്ന കർഷകൻ 62 വയസ്സ് അല്ലെങ്കിൽ അത്രയും കാലഘട്ടം വരെ അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ സാധിക്കാത്ത ആ ഒരവസ്ഥ, കർഷകൻ്റെ ദയനീയമായ ജീവിതാവസ്ഥയുടെ ഒരു നേർചിത്രം നമുക്ക് കോരൻ്റെ പിതാവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവസാനത്തെ ആഗ്രഹം അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. എന്തുമാത്രം എന്താ പറയുക, ഹൃദയസ്പർശിയായ രീതിയിലാണ് തകഴി ശിവശങ്കരപിള്ള കർഷകൻ്റെ ജീവിതാവസ്ഥ
രണ്ടിടങ്ങഴി എന്ന നോവലിൽ അവതരിപ്പിക്കുന്നത്. 10 ദിവസമായി എന്ന് അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട്. കോരൻ്റെ പിതാവ് ഒരു പ്രത്യാശയോട് കൂടിയിട്ട്, കാരണം കോരൻ്റെ പിതാവിൻ്റെ നാട്ടിൽ നെല്ല് വെളിയിൽ കാണിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെയെങ്കിലും കൂലിയായിട്ട് നെല്ല് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് മകനോട്, മോനെ നിങ്ങൾക്കിവിടെ കൂലി നെല്ലല്ലയോ എന്ന് ചോദിക്കുന്നത്. അപ്പം അതിന് കോരൻ കൊടുക്കുന്ന മറുപടി, അടുത്തിരുന്ന പിതാവിൻ്റെ പുറം തലോടിക്കൊണ്ടിരുന്ന കോരൻ പറഞ്ഞു, അല്ലച്ചാ, നെല്ല് വെളിയിൽ കാണിക്കത്തില്ല. ഇന്നലെ 6 അണ കൊടുത്ത് നാഴി അരി മേടിച്ചു, ഇന്നിപ്പം 2 നാഴിയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടുത്തെ എന്താണോ അവസ്ഥ അത് തന്നെയാണ് ഇവിടെയും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല, ഒരു പ്രദേശത്ത് മാത്രമല്ല, എല്ലാ പ്രദേശത്തും ഇത്തരത്തിൽ കർഷകർക്ക് വേണ്ട രീതിയിലുള്ള അരിയോ നെല്ലോ കൂലിയോ, കൂടുതലായിട്ട് കൂലിയോ ഒന്നും കിട്ടാത്തൊരവസ്ഥ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം കോരൻ ചിരിതയോടായിട്ട് ചോദിക്കുന്നു, അച്ഛന് വല്ലതും കൊടുത്തോ എന്ന് ചോദിക്കുന്നു. ഒരു മന്ദഹാസത്തോടു കൂടി ചിരിത മറുപടി പറയുന്നു, എന്നാ കൊടുക്കാനാ, ഞാൻ ഇന്നലെ ഒരു മുറം നെയ്ത് വെച്ചിരുന്നു, അത് കൊടുത്ത് 7 ചക്രം കിട്ടി, അതുകൊണ്ട് മുഴക്കരിയും മേടിച്ച് വന്നപ്പോഴാണ് അച്ഛൻ വന്നത്, അതിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് കുടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ചിരിതയുടെ അവസാനത്തെ ആ ഒരു വാക്കിനെ അച്ഛൻ എതിർക്കുന്നു. ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കോരൻ്റെ പിതാവ് പറയുന്നു. ഞാനാ കുടിച്ചത്, അവൾ എനിക്ക് കോരി കോരി തന്നു. ഇത് കേട്ടപ്പോൾ ചിരിതയ്ക്ക് വളരെയധികം ചിരിത കൃതകൃത്യയായി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ചെയ്യാനുള്ളത് ചെയ്തു എന്നുള്ള ഒരു എന്താ പറയുക, മാനസികാവസ്ഥ അതാണ് അതിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ചിരിത പറയുന്നുണ്ട്, അച്ഛൻ ചുമ്മാ പറയുക, ഏനും കുടിച്ചു. വൃദ്ധൻ ചിരിതയെ ഒന്ന് നോക്കി കോരനോട് പരാതിപ്പെട്ടു. കല്യാണത്തിന് മുമ്പ് ചക്കുംകുറ്റി പോലെ ഇരുന്ന, എന്ന് വെച്ചാൽ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ചിരിത എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇപ്പോൾ എല്ലാം തെളിഞ്ഞു, വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു. കോരൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ട രീതിയിലുള്ള ഒരു കൂലിയോ അല്ലെങ്കിൽ നെല്ലോ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടും കിട്ടുന്നതൊക്കെ കൂടുതലായിട്ട് കോരന് പങ്കുവെച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചിരിത വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു, എല്ലാം തെളിഞ്ഞിരിക്കുന്നു. ആ കുറ്റം കോരനേറ്റു. കാരണം വിവാഹത്തിന് മുമ്പ് നല്ല തടിച്ചു കൊഴുത്ത ഒരു പെൺകുട്ടിയായിരുന്നു ചിരിത. അവള് മറ്റുള്ളവരെ തീറ്റുക, എന്നിട്ട് അവൾ ഉണങ്ങുകയും ഏന് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് എന്നും പറയും. അപ്പോൾ ആ ഒരു കോരൻ്റെ സംഭാഷണം ഒരുപാട് തരത്തിലുള്ള ചിരിത എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകളിലേക്ക് കടന്നു ചെല്ലാൻ സഹായിക്കുന്നുണ്ട്. നല്ല കുടുംബിനിയാണ്, നല്ല സ്നേഹം പകർന്നു നൽകുന്ന ആളാണ്, ത്യാഗശീലമുള്ള ആളാണ്, അല്ലേ? അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള പ്രത്യേകതകളാണ്. സ്വയം പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവരെ ഓട്ടുന്ന അത്തരത്തിലുള്ളൊരു കുടുംബത്തിൻ്റെ നട്ടെല്ലായി നിലനിൽക്കുന്ന, അല്ലേ, സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ചിരിത എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്കവിടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോരൻ പറയുന്നു, അവള് മറ്റുള്ളവരെ ഊട്ടുകയാണ്, എന്നിട്ട് അവൾ ഉണങ്ങുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആ ഒരു വാദത്തെ കോരൻ്റെ പിതാവ് അംഗീകരിക്കുന്നു. അത് ഞാൻ ഇന്നും കണ്ട് എന്ന് പറയുന്നു. പിന്നീട് 2 നാഴി അരിയിട്ടു കഞ്ഞി വെച്ചു കപ്പയും പുഴുങ്ങി ആ കൊച്ചു കുടുംബത്തിൻ്റെ അന്നത്തെ അത്താഴം കഴിഞ്ഞു. ആ ദിവസം കോരൻ്റെ ജീവിതത്തിൽ ഒരു സ്മരണീയ ദിവസമായിരുന്നു. അവൻ്റെ ഒരു ദിവസത്തെ കൂലിയിലെ കടം അന്ന് അവൻ വീട്ടിൽ കഴിഞ്ഞു. ആയ കാലത്ത് കോരനെ വളരെയധികം കഷ്ടപ്പെട്ടൊക്കെയാണ് കോരൻ്റെ പിതാവ് സംരക്ഷിച്ചത്, വളർത്തി വലുതാക്കിയത്. അപ്പോൾ കോരനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം സ്മരണീയമായ ദിവസമാണ്, എന്ന് ഓർക്കപ്പെടേണ്ട ഒരു ദിവസമാണ്. കാരണം തൻ്റെ പിതാവിന് വേണ്ടി തനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവിടെ അവതരിപ്പിക്കുന്നത്.
ഉഴക്കരിയുടെ കഞ്ഞി മതി ആ പാവം വൃദ്ധന്. കൂടുതലിന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു അവശത കൊണ്ടൊക്കെ കൂടുതൽ കഴിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നു. പഴയ കാലത്ത് എന്തുമാത്രം ഭക്ഷണം വളരെയധികം കഴിച്ചിരുന്ന ഒരാളാണ് കോരൻ്റെ പിതാവ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലേ. അറക്കൽ തറവാട്ടിലെ ചീനച്ചട്ടിയിലെ നിറകെ ചോറ് ആയ കാലത്ത് അയാൾക്ക് 4 ഉരുളക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 10 പ്ലാവിലക്കഞ്ഞി കോരി കുടിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധൻ ഒരു നീണ്ട എമ്പക്കം ഇട്ടു. കോരന് തൃപ്തിയായി. 10 പ്ലാവിലക്കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ കോരൻ്റെ പിതാവിന് മതിയായി. എന്നാലും കോരൻ്റെ പിതാവിന് എന്താ പറയുക, ആഗ്രഹിക്കുന്നത് പോലെ ഭക്ഷണം കൊടുക്കാൻ കോരന് സാധിച്ചല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കോരന് ഒരു മനസ്സിനൊരു തൃപ്തി ഉണ്ടാകുന്നതായിട്ട് അവിടെ അവതരിപ്പിക്കുന്നു. പിറ്റേന്ന് രാവിലെയും കുറച്ച് ഭക്ഷണം ചിരുത മാറ്റി വെച്ചിരുന്നു. പക്ഷെ കോരൻ അന്ന് ചിരുതയെ എതിർത്തില്ല. എന്തായാലും അന്ന് നെല്ല് തന്നെ കൂലി വേണമെന്നുള്ളൊരു ദൃഢനിശ്ചയം കോരൻ്റെ മനസ്സിനുണ്ടായിരുന്നു. കാരണം അപ്പന് ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം, അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗത്തിൻ്റെ ആശയം പൂർണ്ണമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്ലാവിലക്കഞ്ഞി എന്ന തലവാചകത്തിൻ്റെ ഔചിത്യം, അല്ലെങ്കിൽ പ്ലാവിലക്കഞ്ഞി എന്ന തലവാചകത്തിൻ്റെ പ്രസക്തി കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. കർഷകരുടെ ജീവിത ദുഃഖത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായിട്ട് പ്ലാവിലക്കഞ്ഞിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു പ്ലാവിലക്കഞ്ഞിക്ക് പോലും വകയില്ലാത്ത കർഷകരുടെ ജീവിതാവസ്ഥയെ അത് അവതരിപ്പിക്കുന്നു. പകലന്തിയോളം പാടത്ത് പണിയെടുത്തിട്ടും ആഹാരത്തിനുള്ള നെല്ലോ കൂലിയോ കിട്ടാത്ത കർഷകരുടെ ജീവിതാവസ്ഥയെ അത് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജന്മി കുടിയാൻ വ്യവസ്ഥയെ ആ ഒരു തലവാചകം നല്ലതുപോലെ അവതരിപ്പിക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു ഇത്തരത്തിൽ പ്ലാവില കൊണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഇത്തരത്തിലുള്ള വളരെയധികം ദാരിദ്ര്യപൂർണമായ ജീവിത സാഹചര്യമായിരുന്നു കർഷകർ നേരിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ കൊണ്ട് കഞ്ഞി കുടിക്കുന്ന ഒരു സാഹചര്യമൊന്നും കർഷകരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ ജന്മിമാരുടെ മക്കൾ വെള്ളിക്കരണ്ടി കൊണ്ട് പാൽക്കഞ്ഞി കുടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ജന്മിമാരുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും കാരണം രാപ്പകലില്ലാതെ കർഷകർ അധ്വാനിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള പ്രാധാന്യമൊന്നും മനസ്സിലാക്കാതെ കർഷകരെ നിരന്തരം ചൂഷണം ചെയ്യുന്ന ഒരു ജീവിതാവസ്ഥയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ ഈ ഒരു പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന തലവാചകം നല്ലതുപോലെ അവതരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു തലവാചകത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം ഒരുപാട് തരത്തിലുള്ള ചിന്തകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ കർഷകരുടെ ദയനീയമായ ജീവിതാവസ്ഥയുടെ ഒരു നേർചിത്രം കോരൻ്റെയും ചിരുതയുടെയും ജീവിതം കാണുന്നതിലൂടെ, ജീവിതം നോവലിസ്റ്റ് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പുഷ്പവേലി ഔസേപ്പിൻ്റെ 1 ഏക്കർ നിലം നികത്തി പുരയിടമാക്കാനുള്ള ആ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോരനും കോരൻ്റെ ഒപ്പമുള്ള കർഷകരും അന്നത്തെ ജോലി കഴിഞ്ഞ് കൂലിക്കായി എല്ലാവരും പുഷ്പവേലിയിൽ ചെല്ലുന്നു. എല്ലാവർക്കും 3/4 രൂപയാണ് കൂലി ലഭിക്കുന്നത്. പക്ഷേ കോരന് ആ 3/4 രൂപ കൊണ്ട് കാര്യമില്ല. കാരണം അവൻ്റെ വീട്ടിൽ ഒരു തരി അരി പോലുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നെല്ല് കൂലി മതി, ചക്രം വേണ്ട എന്ന് കോരൻ പറയുന്നു. പക്ഷെ ആ ഒരു അപേക്ഷയൊക്കെ പിശാച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മിമാർ നിഷേധിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഏത് രീതിയിലാണ് ജന്മിമാർ കർഷകരെ നോക്കിക്കണ്ടിരുന്നത് എന്നുള്ളതൊക്കെ ആ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കിട്ടിയ ആ ഒരു
തുക കൊണ്ട് പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് രാത്രിയുടെ മറവിലുള്ള വൻ വ്യാപാരങ്ങളൊക്കെ കണ്ട് അതൊക്കെ പരസ്യപ്പെടുത്തിയാൽ എന്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നെല്ല് കൂലി തന്നിട്ടില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്ത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ചിന്തയൊക്കെ കോരന്റെ മനസ്സിലുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും കോരൻ അതൊന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല. കാരണം അവൻ ഒറ്റപ്പെടും, മറ്റുള്ളവരൊന്നും അവനോടൊപ്പം ഉണ്ടാവില്ല. ഒരു ഐക്യമില്ലായ്മ, കർഷകർക്കിടയിൽ അന്ന് ഒരു ഐക്യമില്ലായ്മ, ഒരു സംഘബോധം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അത്തരത്തിലൊരു ചിന്താഗതിയൊന്നും അന്നത്തെ കാലഘട്ടത്തിൽ കർഷകർക്കിടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കിട്ടിയ തുക കൊണ്ട് പല സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് കപ്പയും അരിയുമായിട്ട് വീട്ടിലേക്ക് വരുന്നു. ചിരുത കോരനെ കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവര് പരസ്പരം ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്ന ഒരു സാഹചര്യം അവതരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോരൻ അന്ന് ജോലി സ്ഥലത്തു നിന്ന് അരിയിട്ട വെള്ളം കുടിച്ചു, പക്ഷേ ചിരുത ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മയറ്റിലൊരു സംവിധമെന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാത്ത, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കോരൻ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ചിരുതയുടെ വാശിയുടെ ഭാഗമായിട്ട് കോരൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോരനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയും എരുതിയുടെ വെളിച്ചത്തിൽ അവർ പരസ്പരം ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഭക്ഷണമുള്ളൂ. ആ ഭക്ഷണം കുറച്ച് മാറ്റിവെക്കുന്നു. നാളെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒന്ന് കലക്കി മോന്തിക്കൊണ്ട് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളം കുടിച്ച് ജോലിക്ക് പോകണമെന്നുള്ള ചിരുതയുടെ ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് കുറച്ച് ഭക്ഷണം മാറ്റിവെക്കുന്നത്. പക്ഷേ അത് അന്ന് കാലത്ത് ഒരു തർക്കത്തിന് കാരണമാകുന്നു. കാരണം അപ്പടി ചിരുത കഞ്ഞിയൊക്കെ കപ്പയൊക്കെ കഴിച്ചു എന്നുള്ള ആ ഒരു കാരണം കൊണ്ടല്ല, ഒന്നും കഴിക്കാത്തതിനാണ് അവിടെ ഒരു തർക്കം ഉണ്ടാകുന്നത്. അവിടെയൊക്കെ നമുക്ക് സ്നേഹം കൊണ്ട് ഇത്തരത്തിലുള്ള ഇല്ലായ്മയെ അവർ അതിജീവിക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിറ്റേ ദിവസവും ജോലിക്ക് പോകുന്നു. 1 രൂപ കോരന് കൂലി കിട്ടുന്നു. അതുമായിട്ട് തിരിച്ചു വരുമ്പോഴാണ് പിതാവിനെ കാണുന്നു. പിതാവ് വീട്ടിലെത്തിയിട്ടുണ്ട്. ചിരുതയുമായിട്ട് സംസാരിക്കുന്നു. പിതാവിൻ്റെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. ശരീരത്തിൽ നീരൊക്കെ കെട്ടിയിരുന്നു. വളരെയധികം എന്താ പറയുക, ആനയുടെ കരുത്തും നിറഞ്ഞ ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയായിരുന്നു പിതാവ്. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു പിതാവ്. പക്ഷേ ഇന്ന് പിരിഞ്ഞു പോയിട്ടും തന്നെ തേടി അച്ഛൻ വന്നിരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ കോരൻ മനസ്സിലാക്കുന്നു. കോരന്റെ മനസ്സിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അപരാധബോധം വളരെയധികം നിറഞ്ഞു നിൽക്കുന്നു. വലിയൊരു അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം അച്ഛനെ തനിച്ചാക്കി തൻ്റെ പെണ്ണുമായി മറുനാട്ടിൽ വന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വലിയൊരു തെറ്റാണ് എന്നുള്ളൊരു ചിന്ത കോരന്റെ മനസ്സിലുണ്ടാകുന്നു. ഒരു പക്ഷേ തൻ്റെ കൂടെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അവശത അപ്പൻ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ കോരന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ കോരന്റെ ഒരു മനസ്സിന്റെ നന്മയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ളൊരു ചിന്തയൊന്നും ആളുകളുടെ മനസ്സിലില്ല. വൃദ്ധരായ ആളുകളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി താൻ കാരണമാണ് അച്ഛൻ ഇത്തരത്തിലുള്ള വാർദ്ധക്യപരമായിട്ടുള്ള അവശതകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളൊരു ചിന്തയൊക്കെ കോരന്റെ മനസ്സിൽ ഉണ്ടാകുന്നത് കോരന്റെ മനസ്സിലെ നന്മ കൊണ്ടാണ് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരായിരുന്നു, എന്തായിരുന്നു കോരന്റെ അച്ഛൻ എന്നുള്ളൊരു കാര്യം അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി എന്തെല്ലാം കോരന്റെ അച്ഛന് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ്, പുഞ്ചപ്പാടത്തെ വരമ്പിലൂടെ ഇനി നടക്കാൻ കഴിയില്ല എന്നുള്ളതും, ഒരു പുറവേലിയിൽ നിന്നുകൊണ്ട് മറ്റൊരു പുറവേലിയിലെ പറയനെ കൂകി വിളിക്കാനുള്ള ശക്തി ആ ശ്വാസകോശത്തിനില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ആണ്ടോടാണ്ട് ഒരു കർഷകന്റെ വേലക്കാരനായിട്ട് 8ാമത്തെ വയസ്സിൽ കൂടിയതാണ് കോരന്റെ പിതാവ്. ആ കർഷകൻ വളരുകയും ക്ഷയിക്കുകയും പിന്നീട് വളരുകയൊക്കെ ചെയ്തു. എത്ര കോടി ഉദരങ്ങൾ നിറച്ചു, എത്ര കോടി പറ നെല്ല് കോരന്റെ പിതാവ് കൊയ്തു മെതിച്ചു. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സംഭാവനകൾ ചെയ്ത
ഒരു കർഷകന്റെ ജീവിത അവസ്ഥയാണ് അവസാനം ഒന്നുമില്ലാത്ത. അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് സംഭാവനകൾ സമൂഹത്തിന് ചെയ്ത, ഒരുപാട് ആളുകളെ ഊട്ടിയ, 8ാമത്തെ വയസ്സ് മുതൽ ഒരു തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിച്ചില്ല. ഇത്രയും കാലം അധ്വാനിച്ചിട്ടും ദാരിദ്ര്യമാണ് കൂട്ടിന്. എന്താ പറയാ, ദിവസം 10ആയി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട്. കപ്പ തന്നെയാണ് കപ്പ. അപ്പോൾ നല്ലതുപോലെ ആഹാരം കഴിക്കണമെന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടൊക്കെയാണ് അവസാനം കോരന്റെ പിതാവ് മകനെ കാണാൻ വന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കോരന്റെ പിതാവിനെ ചിരുത, അതായത് കോരന്റെ ഭാര്യ എങ്ങനെ സംരക്ഷിക്കുന്നു, എങ്ങനെ പരിചരിക്കുന്നു എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രമല്ല ചിരുത. തനിക്ക് അറിയാവുന്ന ജോലി ചെയ്ത് അല്ലെ, ഒരു മുറം നെയ്ത് ആ ഒരു തുക കൊണ്ട് അരി വാങ്ങി അല്ലെ അച്ഛന് കഞ്ഞി കൊടുക്കുന്ന, അത്തരത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെ, ആ സ്നേഹം നിർഭരമായ രീതിയിൽ അച്ഛനെ ഊട്ടുന്ന അല്ലെ. കോരൻ ചിരിതയോടായിട്ട് എടി അച്ഛന് വല്ലതും കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നാ കൊടുക്കാനാ, ഞാൻ ഇന്നലെ ഒരു മുറം നെയ്ത് വെച്ചിരുന്നു, അത് കൊടുത്ത് 7 ചക്രം കിട്ടി, അതുകൊണ്ട് മുഴക്കരിയും മേടിച്ച് വന്നപ്പോഴാണ് അച്ഛൻ വന്നേ, ഞങ്ങളതിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി വെച്ച് ഉച്ചയ്ക്ക് കുടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു വാദത്തെ പിതാവ് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ കുടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല, ഞാനാണ് കുടിച്ചത്, അവൾ എനിക്ക് കോരി കോരി തന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ ചിരുത എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനോടുള്ള സ്നേഹവും, നല്ലൊരു കുടുംബിനിയാണ്, നല്ലതുപോലെ ഭക്ഷണം താൻ കഴിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവരെ കഴിപ്പിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം പിതാവ് ഒരു പരിഭവം പറയുന്നുണ്ട്. എങ്ങനെ തടിച്ച് ചക്കുംകുറ്റി പോലെ ഇരുന്ന കിടാത്തിയാണ്, വിവാഹത്തിന് മുമ്പ് നല്ല തടിച്ചു കൊഴുത്തൊരു പെൺകുട്ടിയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ എല്ലാം തെളിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ ഒരു കുറ്റം കോരൻ ഏൽക്കുന്നുണ്ട്. കോരനും സമ്മതിക്കുന്നു, വിവാഹത്തിന് മുമ്പ് നല്ല തടിച്ചു കൊഴുത്ത ഒരു പെൺകുട്ടിയായിരുന്നു. കോരൻ പറയുന്നു അവള് മറ്റുള്ളവരെ തീറ്റുക, എന്നിട്ട് അവൾ ഉണങ്ങുകയും. വളരെയധികം എന്താ പറയുക, ത്യാഗപൂർണമായ ഒരു ജീവിത അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിന് വേണ്ടി, താൻ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ ഒരു കുടുംബത്തിൽ ചിരുത നയിക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ അല്ലേ, ആ ഒരു ത്യാഗത്തിൻ്റെ ചിന്തയൊക്കെ ആ ഒരു കോരൻ്റെ ചിന്തയിൽ, കോരൻ പറയുന്ന ആ ഒരു സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൾ മറ്റുള്ളവരെ തീറ്റുക, എന്നിട്ട് അവൾ ഉണങ്ങുകയും. അപ്പോൾ താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നുള്ള ആ ഒരു എന്താ പറയുക, നല്ല സ്നേഹമയിയായ ഒരു കുടുംബിനിയുടെ ചിത്രമൊക്കെ നമുക്ക് പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ അവസാനം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അവസാനം അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. എന്തായാലും അത് കോരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മരണീയ ദിവസം തന്നെയായിരുന്നു. കാരണം കോരൻ്റെ കൂലിയിലെ കടം വീട്ടി എന്നാണ് പറയുന്നത്. കാരണം അച്ഛന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്നുള്ള ആ ഒരു കാര്യമൊക്കെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്, അറക്കൽ തറവാട്ടിലെ ചീനച്ചട്ടിയിലെ ചോറ് 4 ഉരുളക്കേ കോരൻ്റെ പിതാവിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം മൂഴക്കരിയും കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ മതിയായി. ശാരീരികമായ അവശത കൊണ്ട് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നീണ്ട അമ്പക്കം വിട്ടപ്പോൾ കോരന് തൃപ്തിയാകുന്നു, അച്ഛന് മതിയാകുന്നത് വരെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അച്ഛനെ വളരെയധികം സ്നേഹിക്കുന്ന, അച്ഛന് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കണമെന്നുള്ളൊരു ചിന്തയൊക്കെ കോരൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളൊരു കാര്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിറ്റേന്ന് കുറച്ച് ഭക്ഷണം മാറ്റിവെച്ചിരുന്നു. പക്ഷേ അത് തർക്കത്തിനൊന്നും ഇടയാക്കില്ല. കോരനൊന്നും പറഞ്ഞില്ല, ജോലിക്ക് പോകുന്നു. എന്തായാലും ഇന്ന് നെല്ല് തന്നെ കൂലിയായിട്ട് കിട്ടണം, അച്ഛന് വയറ് നിറച്ച്, അച്ഛന് ഒരു നേരമെങ്കിലും നിറച്ച് ചോറ് കൊടുക്കണം, അതുമാത്രമാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അച്ഛനെ നല്ലതുപോലെ സംരക്ഷിക്കണം, അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ ഭക്ഷണം കൊടുക്കണമെന്നുള്ളൊരു ചിന്തയിൽ അധിഷ്ഠിതമായിട്ടാണ് പിന്നീട് കോരൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം പറയുകയാണെങ്കിൽ വളരെയധികം ഇല്ലായ്മകളെ
സ്നേഹം കൊണ്ട് അതിജീവിക്കുന്ന കോരൻ്റെയും ചിരുതയുടെയും അല്ലേ പിതാവിൻ്റെയും ജീവിതാവസ്ഥയാണ്, കർഷകരുടെ ദയനീയമായ ജീവിതാവസ്ഥയുടെ നേർചിത്രമാണ് ആ ഭാഗത്ത്, പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ള ചോദ്യം. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചെയ്തു വരുന്ന വിദ്യാർത്ഥികളാണ് അല്ലേ. ഒരുപാട് തവണ പരിചയപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. ചിലപ്പോൾ കോരനെ കുറിച്ചോ അല്ലെങ്കിൽ ചിരുതയെക്കുറിച്ചോ അല്ലെങ്കിൽ കോരൻ്റെ പിതാവിനെ കുറിച്ചോ ഒക്കെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. പലപ്പോഴായിട്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്ന സമയത്ത് ആമുഖമായിട്ട് ആ ഒരു കഥാകാരനെ കുറിച്ചും പിന്നെ ആ ഒരു കഥയെക്കുറിച്ചൊരു സാമാന്യ വിവരണം ആമുഖമായിട്ട് കൊടുക്കണം. പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളാണ്, എന്തെല്ലാം തരത്തിലുള്ള സവിശേഷതകളാണ്. നല്ല അധ്വാനശീലമുള്ള നല്ല കർഷകനാണ്, നല്ല സ്നേഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്, ചെയ്ത തെറ്റിൽ പശ്ചാത്തപിക്കുന്ന ആളാണ് അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ കോരനിൽ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നിലപാട്, അതേപോലെ തന്നെ ആ നിലപാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള അത്തരത്തിലുള്ളൊരു മനസ്സുണ്ടാകുന്ന ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. പിന്നീട് കഥയിലുള്ള സ്ഥാനം, കഥയുടെ ഗതിയെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം, പിന്നെ കഥയിലെ മറ്റു കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ ആ ഒരു കഥയിൽ എത്രമാത്രം പ്രധാനപ്പെട്ട പങ്കാണ് ഈ ഒരു കഥാപാത്രം വഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ആശയത്തിനനുസരിച്ച് ഖണ്ഡിക തിരിച്ച് എഴുതുന്ന ഒന്നാണ് കഥാപാത്ര നിരൂപണം. ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു, കാരണം നമ്മൾ പലപ്പോഴായിട്ട് പരിചയിച്ച ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും SSLC പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ളൊരു ചോദ്യം നല്ലതുപോലെ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുവിധ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു പഠന പ്രവർത്തനം ഒന്ന് നോട്ട് ചെയ്തോളൂ. കോരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക കോരൻ. ഓക്കെ, ഇതാണ് പഠന പ്രവർത്തനം. എല്ലാവരും നല്ലതുപോലെ ഉത്തരം എഴുതുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.